ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിൽ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുമെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനാണ് ഈ അവസരം ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന വിധത്തിലുള്ള പേയ്മെന്റുകൾ മാത്രമേ ചെയ്യാവൂ. ഒരു വിധത്തിലുള്ള ലയബിലിറ്റീസും ഉണ്ടാക്കിയെടുക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. എനിക്കിത് ലഭിച്ചത് ഈ വർഷം തന്നെ 2026 ജനുവരി 11 ശ്രീ അഫ്സൽ തൃശ്ശൂർ സ്വദേശിയാണ് എനിക്കിതിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അതിനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള പ്രൊജക്ടുകളും ഞാൻ അദ്ദേഹത്തിന് പറയുമ്പോൾ അദ്ദേഹം പറയും ഇതൊന്നും ഓടില്ല, കാരണം അതെല്ലാം പല വിധത്തിലുള്ള ROI ചീറ്റിങ്ങുകളായിരുന്നു. തീർച്ചയായിട്ടും അതിന് ചീറ്റിംഗ് തന്നെയാണ് പറയേണ്ടത്, കാരണം എൻ്റെ അനുഭവമാണ്. കോടികൾ ഉണ്ടായിരുന്ന ഞാൻ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത് അങ്ങനെയുള്ള മോഹിപ്പിക്കുന്ന പല ബിസിനസ്സിലും ഞാൻ പങ്കാളിയായതിന്റെ പേരിലാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹം പല വിധത്തിലുള്ള IPO പ്രോഗ്രാമുകളിലാണ് പങ്കാളികളായിരുന്നത്. സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ്, വെഞ്ചർ ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ് അല്ലാത്ത സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകളിൽ ഭാഗമായി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ ഒരു പക്ഷേ വിചാരിക്കുന്നതിനെക്കാട്ടിലൊക്കെ 100 മടങ്ങോ 1000 മടങ്ങോ 10000 മടങ്ങോ അല്ല, അതിലും അധികമാണ്. അത് തെളിയിക്കുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നതിനാണ് ഇന്ന് ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഒരു ബന്ധുവിന്റെയോ അല്ലെങ്കിൽ ഒരു ഉറ്റ സുഹൃത്തിന്റെയോ ഇതൊന്നും അല്ലെങ്കിൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുള്ള അനൗൺസ്മെന്റ് പ്രകാരമാണ് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ടാവുക. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഈ പ്രോഗ്രാം നിങ്ങൾ ശരിയായ വിധത്തിലാണ് ഇത് മനസ്സിലാക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ചെറിയൊരു പേയ്മെന്റിലൂടെ വലിയൊരു സമ്പാദ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. ജനുവരി 11 ഈ പ്രോഗ്രാം പറഞ്ഞു തന്നു. 13 ഞാൻ $25 ഈ പ്രോഗ്രാമിലേക്ക് വന്നു. ഇന്നിപ്പോൾ ദിവസത്തിൽ ഏതാണ്ട് $175 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരു ദിവസം സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ആശംസകളോടെ ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നോടൊപ്പം അതേ സമയത്ത് തന്നെ ഈ ഭാഗമായ ശ്രീ അനിൽ പെരുമ്പാവൂരിനാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കമ്പനി, അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ലിക്മെക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ലിക്മെക്സ് എന്ന് പറയുന്ന കമ്പനി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടോക്കണാണ് ലിക്മെക്സ്. അവരുടെ കമ്പനിയുടെ പേര് ലിക്മെക്സ് എന്ന് പറഞ്ഞാൽ ടോക്കണിന്റെ പേരും ലിക്മെക്സ് എന്നാണ്. ഓൾറെഡി അതിന്റെ ടിക്കർ നെയിം എന്ന് വെച്ചാൽ ചെറുതായിട്ട് വിളിക്കും LMX എന്ന് പറഞ്ഞ രീതിയിൽ ആ ടോക്കണിന്റെ ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അത് സൊലാനയുടെ ബ്ലോക്ക് ചെയിനിലാണ് ആ ടോക്കൺ റൺ ചെയ്യുന്നത്. ടോട്ടൽ 100 കോടി ടോക്കൺ, 1 ബില്യൺ ടോക്കൺ ആണ് അതിന്റെ ടോട്ടൽ സപ്ലൈ. ഇനി ഈ കമ്പനിയെ കുറിച്ചൊന്നും നമ്മൾ പരിശോധിച്ചാൽ ഇതിന്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് UK മേജർ പ്രോജക്റ്റും ക്രിപ്റ്റോ ബേസ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. കാരണം ഫ്യൂച്ചറിൽ ക്രിപ്റ്റോ എന്ന് പറയാൻ നമ്മൾ പല കാര്യങ്ങളും ഇന്ന് മൊബൈലിൽ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ മൊബൈല് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇനി അതിന്റെ മൊബൈലിന്റെ അടുത്തൊരു വെർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഡീസെൻട്രലൈസ്ഡ് വെർഷനാണ്. അപ്പൊ അതിലൂടെ വരുന്ന ഒന്ന് മേഖലയാണ് ക്രിപ്റ്റോ കറൻസിയും അതുപോലെ തന്നെ Web3 വരുന്ന പ്രോഗ്രാംസും. അപ്പൊ വെർച്വൽ ആയിട്ട് വരുന്ന ക്രിപ്റ്റോ ബേസ് ചെയ്ത് വരുന്ന പ്രോജക്റ്റുകളാണ് ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ആദ്യമായിട്ട് കമ്പനി കൊണ്ടുവരാൻ ലിക്മെക്സിന്റെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണ്. ഇപ്പോൾ ക്രിപ്റ്റോസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വാലറ്റ് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കേണ്ടി വരും. അപ്പോ 100 കണക്കിന് വാലറ്റ് ഉണ്ട്. അതിൽ ലിക്മെക്സിന്റെ വാലറ്റിന് എന്താണ് പ്രത്യേകത? മറ്റുള്ള വാലറ്റിലേക്കാളും അഡ്വാൻറ്റേജ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് 34ഓളം രാജ്യങ്ങളുടെ ഫിയറ്റ് കറൻസികൾ എന്നുവെച്ചാൽ അവരുപയോഗിക്കുന്ന കറൻസികൾ അത് കൺവേർട്ട് ചെയ്തിട്ട് ക്രിപ്റ്റോസ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ലിക്മെക്സിന്റെ വാലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്റെ അറിവിൽ ഇതിനും വേറെ ഏതെങ്കിലും കറൻസികൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വേറെ വാലറ്റുകൾ ഏതെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലിക്മെക്സിന്റെ വാലറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് നാളെ
ഇത് കൺവേർട്ട് ചെയ്തിട്ട് ക്രിപ്റ്റോസ് വാങ്ങിക്കാൻ പറ്റും. അത് ഒന്നാമത്തെ ഫെസിലിറ്റിയാണ്. രണ്ടാമത് യൂണിവേഴ്സൽ ലോട്ടറി. ഇപ്പോ ലോട്ടറിയെ കുറിച്ച് നമുക്കറിയാം ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങളുണ്ട്. ലോട്ടറി അടിക്കുന്നില്ല, പ്രൈസ് കിട്ടുന്നില്ല എന്നൊക്കെ പ്രശ്നമുണ്ട്. അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ മാർക്കറ്റിൽ. അതിന് പകരമായിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു ലോട്ടറി കൊണ്ടുവരികയാണ്. ലോകത്ത് എവിടെ നിന്നും ആളുകൾക്ക് പങ്കെടുക്കാം. ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നറുക്കെടുപ്പ് നടക്കും, കൃത്യമായിട്ട് അവരുടെ വാലറ്റിലേക്ക് എന്താ പ്രൈസ് വിൻ ചെയ്യാൻ പറ്റും. അപ്പൊ മാർക്കറ്റിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് ലോട്ടറി, അവർ യൂണിവേഴ്സൽ ലോട്ടറി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അത് ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതുകൂടാതെ ക്രിപ്റ്റോ വിസ കാർഡ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. നമുക്കിപ്പോ ക്രിപ്റ്റോസ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം പ്രോജക്റ്റിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ പല വ്യക്തികളും അതിനെക്കുറിച്ച് പഠിക്കാനും അത് ഏൺ ചെയ്യാനും ഒക്കെ തയ്യാറായിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിപ്റ്റോ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് ക്രിപ്റ്റോ കൊടുത്ത സ്വീകരിക്കുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഉപയോഗിക്കില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു വിസ കാർഡ്, ലിക്മെക്സിന്റെ ഒരു കാർഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കാർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രിപ്റ്റോസ് കളക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് നമുക്ക് ഈ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന കാർഡാണെങ്കിൽ അവിടെ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ഈ കാർഡിലൂടെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. നമ്മൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ എന്ത് കാർഡ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഈ കാർഡ് കൊടുത്തിട്ട് അവിടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. 184 രാജ്യങ്ങളിലും ഈ സർവീസ് നമുക്ക് കിട്ടും. അപ്പൊ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാർഡാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഇറക്കുന്നത്. മാർക്കറ്റിൽ ഇന്നൊരു സൊല്യൂഷനാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ $5 ഉള്ളൂ, സ്വാഭാവികമായിട്ട് $5 വിൽക്കാൻ പ്രയാസമാണ്. പക്ഷെ ലിക്മെക്സിന്റെ കാർഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അതിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അത് പേയ്മെന്റ് ആയിട്ട് പോയിക്കോളും. ഓക്കെ, അത് കൂടാതെ അടുത്ത് വരാൻ പോകുന്നത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോ ഗെയിം കളിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുവിധം ചെറുപ്പക്കാരൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്കതിനെ അറിയില്ലെങ്കിലും മാർക്കറ്റിൽ അങ്ങനെ ഗെയിം കളിച്ചിട്ട് കളിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിക്കാം. ഗെയിം കളിച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് കിട്ടും. ഇപ്പൊ കളിക്കുന്ന ഗെയിമുകളിലൊന്നും നമുക്ക് പ്രൈസ് ഒന്നും കിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ചെറിയൊരു എന്തെങ്കിലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാം, ഗെയിം കളിച്ചുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവരുന്നുണ്ട്. പൈസ ഉണ്ടാക്കാൻ പറ്റും, ചുരുക്കം പറ. അതുകൂടാതെ പിന്നെ പ്രഡിക്ഷൻ മാർക്കറ്റ്, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഒന്നാണ് പ്രഡിക്ഷൻ മാർക്കറ്റ്. എന്ത് കാര്യത്തെ കുറിച്ചിട്ടും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. ഏകദേശം ഈ പറഞ്ഞ ഒരു കമ്പനി, പൊളിഗൺ എന്ന് പറഞ്ഞ കമ്പനി, മാർച്ച് മാസം അവരുടെ അസറ്റ്, അവർക്ക് വന്ന ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം $10 ബില്യൺ കോടി. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അതിന്റെ $10 മില്യൺ എന്ന് പറയുമ്പോൾ 10 കോടി, അത്രയും വലിയൊരു എമൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബിസിനസ് വളർന്നിട്ടുണ്ട് മാർച്ച് മാസം മാത്രം. അപ്പൊ ഇങ്ങനത്തെ ഒരു മേഖലയും കമ്പനി, ഇത്രയും പ്രോജക്റ്റുകൾ കമ്പനി എന്ത് ചെയ്യാം, വർക്ക് കംപ്ലീറ്റ് പൂർത്തീകരിച്ച് വെച്ചേക്കണാണ്. ഇതിന് കമ്പനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോജക്റ്റും ലോഞ്ച് ചെയ്യുന്നതിന് കമ്പനിക്ക് നിശ്ചിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി കമ്പനി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ 75,000 മെമ്പേഴ്സ് ഓപ്പൺ ആകുന്നതോടനുബന്ധമായിട്ട് കമ്പനിയുടെ വിസ കാർഡും അതുകൊണ്ട് ലിക്മെക്സിന്റെ വാലറ്റും ലോഞ്ച് ആവും. 30,000 പേര് ഓൾറെഡി വന്ന സമയത്താണ് കമ്പനി ലോട്ടറി പ്ലാറ്റ്ഫോം ഓൾറെഡി ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഓരോ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനോട് ഇനിയും കമ്പനി എന്ത് ചെയ്യാം, കുറെ പ്രോജക്റ്റുകളോളം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു Web3 പ്രോജക്റ്റ് ആയതുകൊണ്ടും ലോകത്തുള്ള ആർക്ക് വേണമെങ്കിൽ 24/7 എന്ന രീതിയിൽ പങ്കെടുക്കാം എന്നുള്ളതുകൊണ്ടും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ കറൻസി ഇവിടെ വേണം. സ്വാഭാവികമായിട്ടും നമ്മളെ പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള കറൻസിയാണ്. ഓരോ രാജ്യത്തിന്റെ കറൻസിക്ക് ഓരോ മൂല്യങ്ങളും വ്യത്യാസമുണ്ട്. പക്ഷെ അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്, ലിക്മെക്സിന്റെ 1 ബില്യൺ ടോക്കൺ ഇവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഈ ടോക്കണിന്റെ എണ്ണം ഇനി നാളെ കൂടാനോ കുറയാനോ ഒന്നും പോകുന്നില്ല, ഇത് ഫിക്സഡ് ആണ്. ഇത് വെച്ചിട്ടായിരിക്കും ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. ഇനി ഈ ടോക്കൺ നിലവിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും നമ്പർ 1 എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിനാൻസിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടോക്കൺ അവിടെ ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഗെറ്റൈവോ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. OKX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ട്രേഡിങ് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം വന്നിട്ടുള്ള ടോക്കണെ കുറിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഇനി ഏത് ടോക്കൺ അതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്
കോയിൻ മാർക്കറ്റ് ഗ്യാപ്പിൽ നമുക്ക് ഉണ്ടോന്ന് നോക്കാം. ഓൾറെഡി കോയിൻ മാർക്കറ്റിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ടോക്കണാണ്. അവിടെ പരിശോധിച്ചാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും നമ്പർ 1 ആയിട്ട് എക്സ്ചേഞ്ചിൽ ബിനാൻസ് അവരെ എക്സ്ചേഞ്ചിൽ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെക്കുറിച്ച് പഠിക്കും. അവരതിനെക്കുറിച്ച് ഒരു ഓഡിറ്റിംഗ് നടത്തും. അപ്പൊ ആ ഓഡിറ്റിംഗ് നടത്തിയതിനു ശേഷം അവരുടെ കസ്റ്റമേഴ്സിന്, അവർക്ക് ഏകദേശം 6 കോടിക്ക് മേലെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് അറിവ്. അപ്പൊ അവരെ കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ പബ്ലിഷ് ചെയ്യും. അതിൽ 3 കാര്യങ്ങളാണ് ഒന്ന് ചെയ്യുന്നത്. ഒന്ന് ട്രേഡിംഗ് റിസ്ക്. ട്രേഡ് ചെയ്യുമ്പോൾ ടോക്കൺ ട്രേഡ് ചെയ്യുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം റിസ്ക് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും അവിടെ റിസ്ക് അലർട്ട് 0 ആണ്. എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നോക്കിയാൽ നിൽക്കേണ്ട അത് നോക്കുമ്പോൾ അതും 0 ആണ്. അപ്പൊ ട്രേഡിംഗ് റിസ്ക് അവിടെ 0 ആണ്. രണ്ടാമത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് അഡ്രസ് ആണ്. നിങ്ങൾക്ക് പല ടോക്കണുകളും പലരും പറയുന്നത് ഇതും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ള എന്ന് പറയുന്നുണ്ട്. ചില ടോക്കണുകളിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ട്രാൻസാക്ഷൻ ID, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യബിൾ ആക്കുന്നുണ്ട്. ഇവിടെ കോൺട്രാക്ട് അഡ്രസ് മാറില്ല, അത് ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോ അവിടെയും റിസ്ക് എന്ന് പറയുന്നത് 0 ആണ്. രണ്ടും 0 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതോടെ സ്കാം ആവാനോ, നമുക്ക് എല്ലാവർക്കും ഉള്ള പേടിയാണ് സ്കാം ആവൂ, ഈ പ്രൊജക്ട് സ്കാം ആവൂ. അപ്പൊ അതും ബിനാൻസ് പറയുന്നത് 0 റിസ്ക് ആണ്. ഞാൻ പറയുന്നല്ല, ലോകത്തെ നമ്പർ 1 എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിനാൻസ് ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇത്. നിങ്ങൾക്ക് ബിനാൻസ് സൈറ്റ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിനാൻസ് സൈറ്റിൽ കയറിയിട്ട് അതിന്റെ ഹോം എടുത്തിട്ട് LMX എന്നുള്ള ടോക്കൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ലിക്മെക്സിന്റെ എംബ്ലം ഉൾപ്പെടെ ഓൾറെഡി അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിന്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ടും അവിടെ കാണാൻ സാധിക്കും. ഇനി 100 കോടി ടോക്കൺ ആണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് പല ടോക്കണുകളും പല പ്രോജക്റ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റുകളിൽ എത്ര കോടി ടോക്കൺ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല, അറിയാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ കമ്പനി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 100 കോടി ടോക്കണെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി. അതിൽ 30% കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണതിനാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം ലോകത്തില്ലെങ്കിൽ ഒരു സ്ഥാപനം വിജയിക്കില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന 2 സിം ഉണ്ടെങ്കിൽ ഒരെണ്ണം നിർബന്ധമായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ജിയോയുടെ സിം ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് മാർക്കറ്റിൽ നിരവധി ഫോൺ ടെലികോം കമ്പനികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഐഡിയ, ജിയോ, BSNL, അങ്ങനെ നിരവധി കമ്പനി. അതിന്റെ ഇടയ്ക്കാണ് ജിയോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കയറുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും ജിയോയ്ക്ക് ഇനി എന്താ ഇവിടെ പ്രശസ്തി, കാരണം എല്ലാവരുടെ കയ്യിൽ ഫോണായി സിമ്മായി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ജിയോ അവിടെ കണ്ട ഒരു മാർക്കറ്റ്, അന്ന് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നിട്ടുള്ളത് ഡേറ്റ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം 20 MB 50 MB ഒക്കെയാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 3G, അത് 2G ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ 3G ഡേറ്റ ജിയോ വന്നപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തു. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും അനുഭവമുള്ളതായിരിക്കും. ഇങ്ങനെ കൊടുത്തോടുകൂടി നിലവിൽ സിം ഉള്ളവരൊക്കെ പോയിട്ട് എക്സ്ട്രാ സിം ജിയോടെ എടുത്തു. അതിനുശേഷമാണെന്ന് തോന്നുന്നു മൊബൈലിൽ 2 സിം ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, ഞാൻ എന്റെ ഓർമ്മയിൽ ശരിയാണെന്നറിയില്ല, 2 സിം ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോ അന്ന് ആളുകൾ ക്യൂ നിന്ന് സിം വാങ്ങിച്ചതിന്റെ പേരിൽ ജിയോ എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ത്യയിലെ നമ്പർ 1 ടെലികോം കമ്പനിയായി മാറി, ലോകത്തെ 2ാം സ്ഥാനത്തായി മാറി. അപ്പൊ ഇതുപോലെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി കമ്പനി 30% ടോക്കൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കമ്പനിക്ക് സ്വന്തമായിട്ട് ഫണ്ട് വേണം. കാരണം പല പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും കമ്പനിക്ക് ഫണ്ട് വേണം. ആ ഫണ്ടിന് വേണ്ടി കമ്പനി എന്തുണ്ട്, 25% അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ സീഡ് പ്രീസെയിലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കമ്പനി വേറെ രീതിയിൽ ആളുകൾ പർച്ചേസ് ചെയ്യാൻ നമുക്ക് വേണ്ടി പങ്കെടുക്കാം, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് കമ്പനി വേറെ രീതിയിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അതിന്റെ ആഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി. കമ്പനിക്ക് എക്സ്ചേഞ്ചിൽ ടോക്കൺ, അവിടെ നിങ്ങൾക്ക് ടോക്കൺ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ലിക്വിഡിറ്റി ഉണ്ട്, സമ്പാദ്യമുണ്ട്, ക്യാഷ് ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് 15% ടോക്കൺ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിന് 10% മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്ണർഷിപ്പ് 6%, ടീമിന് വേണ്ടിയിട്ട് 5%, പിന്നെ അഡ്വൈസ് ബോർഡിന് വേണ്ടിയിട്ട് 5%, പിന്നെ ഡെവലപ്പ് ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് 4%. ഇങ്ങനെ 100 കോടി ടോക്കണെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി അവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ ടോക്കണിന്റെ പ്രൈസ് 10 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എന്റെ അറിവിൽ വന്ന സമയത്ത് 2 രൂപ 80 പൈസയാണ് ഞാൻ കേൾക്കുന്ന സമയത്ത്.
പക്ഷെ ഇതിന്റെ വില പയ്യെ പയ്യെ മാറി ഇന്ന് ഏകദേശം 10 രൂപ കഴിഞ്ഞു. 10, 10, 20 ആ റേഞ്ചിലേക്ക് ഇതിന്റെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇനി കമ്പനി ഉദ്ദേശിക്കുന്നത് ഇന്ന് ഡെക്സ് എന്ന പ്ലാറ്റ്ഫോമിലാണ് ബിനാൻസിന്റെ പല ഏരിയകളിലും നമുക്ക് ടോക്കൺ ലിസ്റ്റ് ചെയ്യാം. ഡെക്സ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, ആൽഫ ഉണ്ട്, സ്പോട്ട് ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ലിസ്റ്റിംഗ് ടൈമാണ് സ്പോട്ട് എന്ന് പറയുന്നത്. സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് എല്ലാ ടോക്കണും വിസിബിൾ ആയിട്ട് അവിടെ കാണാൻ പറ്റും. സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യം പ്രൈസ് പറയുന്നത് $1.5 ആണ്. 10 രൂപ നിൽക്കുന്ന ടോക്കൺ കമ്പനി ഉദ്ദേശിക്കുന്ന $1.5 ലിസ്റ്റ് ചെയ്യാനാണ്. അത് കൂടാതെ ഇതിന്റെ ഏറ്റവും വോൾട്ടേറ്റ് ഹൈറ്റ് ഇപ്പൊ പല ആളുകളും നമ്മൾ പറഞ്ഞു സാറേ 2 കൊല്ലം കഴിയുമ്പോൾ ബിറ്റ്കോയിനെ മറിച്ചിടും എന്ന് പറഞ്ഞിട്ട് ടോക്കൺസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കമ്പനി പറയുന്നു ബിറ്റ്കോയിനും മറ്റുള്ളതിനല്ല, ഈ ടോക്കണിന്റെ പ്രൈസ് ഏകദേശം $1.5 $6 ഇടയിൽ പ്രൈസ് വരുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ 100 കോടി ടോക്കൺ ആയിട്ട് വന്നിട്ടുള്ള പല പ്രോജക്റ്റുമായിട്ട് വന്നിട്ടുള്ള ടോക്കൺസ് എല്ലാം തന്നെ ഏകദേശം $20 $50 ഇടയിൽ വരെ വന്നിട്ടുണ്ട്. പക്ഷെ കമ്പനി ഇവിടെ $6 പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത് കമ്പനിയുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറ്റി വെച്ചേക്കുന്ന 30 കോടി ടോക്കണിൽ 15 കോടി ടോക്കൺ എന്ത് ചെയ്യുക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇപ്പൊ കമ്പനി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ ഓപ്ഷൻ ആണുള്ളത്. ഏകദേശം 5,70,00,000 ടോക്കണിന്റെ മേളിൽ ഇപ്പോൾ ഓൾറെഡി മൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കിടക്കുന്നുണ്ട് ഇനി ഏകദേശം 9 കോടി ടോക്കണിന്റെ മേളിൽ. ഇതെന്ത് ചെയ്യാം, നമുക്ക് മൈൻ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ആ മൈനിങ്ങിൽ 3 രീതിയിലുള്ള മൈനിങ് ആണുള്ളത്. ഒന്ന് ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാം. ₹1 പേയ്മെന്റ് മുടക്കാതെയാണ് മൈനിങ് എന്ന് പറയുന്നത്, ഫ്രീ എന്ന് പറയുന്നത്. ₹1 കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു റഫർ ലിങ്ക് വേണം, നമുക്കൊരു ടെലഗ്രാം അക്കൗണ്ട് വേണം. ആ അക്കൗണ്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, മൈനിങ്ങിൽ പങ്കെടുക്കാം. ഇനി ഓട്ടോ മൈനിങ് എന്ന് പറയുന്നത് നമുക്ക് മൈൻ ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ രാത്രി പകലൊക്കെ പല സമയത്ത് നമുക്ക് ഫോൺ എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് മൈനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിനെ നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിനെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പല സ്ഥലത്ത് ബോട്ടാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമുക്കൊരു ബോട്ടിനെ വാങ്ങിക്കാം. ആ ബോട്ട് കമ്പനിയുടെ ഈ അക്കൗണ്ടിൽ 15 കോടി ടോക്കൺ തീരുന്ന അന്ന് വരെ നമ്മുടെ വാലറ്റിലേക്ക് കൃത്യമായിട്ട് മൈനിങ്ങിലൂടെ ടോക്കൺ ഹോൾഡ് ചെയ്തോളും. അതിന് വേണ്ടി നമ്മളൊരു ബോട്ട് പർച്ചേസ് ചെയ്യുന്ന 1 ടൈം $25 ആണ് മുടക്കേണ്ടത്. ഇനി അതുകൂടാതെ നമുക്ക് കൂടുതൽ ടോക്കൺ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഇതിലേക്ക് പൈസ മുടക്കാൻ തയ്യാറാണ്, പ്രോജക്റ്റ് നല്ലതാണ്, ഇഷ്ടപ്പെട്ടു, അപ്പൊ എനിക്ക് ഇച്ചിരി കൂടുതൽ ടോക്കൺ വേണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, $50 മുതൽ 50ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ടോക്കൺസ് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി മൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ടെലഗ്രാമിലാണ്. ടെലഗ്രാമിൽ ഒരു മിനി ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിക് മൈനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. 24 മണിക്കൂറിൽ 3 പ്രാവശ്യം നമുക്ക് മൈനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. 8 മണിക്കൂറാണ് ഒരു മൈനിങ്ങിന്റെ ടൈം പീരീഡ്. 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ നിലവിൽ ഓട്ടോ മൈനേഴ്സിന് 5 ടോക്കണും ഫ്രീ ആയിട്ട് മൈനേഴ്സിന് 3 ടോക്കണാണ്. ഫ്രീ ആയിട്ടുള്ള ആളുകൾക്ക് 3 ടോക്കണും ഓട്ടോ മൈനേഴ്സിന് 15 ടോക്കണാണ്. ഇനി ഈ 24 മണിക്കൂറിൽ നമുക്ക് 15 ടോക്കൺ ഓട്ടോ മൈനേഴ്സിന് കിട്ടും. ഫ്രീ ആയിട്ടുള്ളവർക്ക് 9 ടോക്കൺ കിട്ടും. ഞാൻ ഇത്രയും നാളും ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. 2,500 അല്ലെങ്കിൽ 550 രൂപയാണ് $25 ഓൾറെഡി വരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ മുതൽ മുടക്കി നിങ്ങൾക്ക് ഓട്ടോ മൈനിങ്ങിൽ പങ്കെടുത്താൽ അവിടെ നമുക്ക് സ്റ്റേക്കിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് 2x റിട്ടേൺസ് എടുക്കാൻ പറ്റും. പക്ഷെ ഈ 2,500 വരുന്ന ടോക്കൺസിന് നാളെ നമുക്ക് വളരെ വലിയൊരു ഗ്രോത്ത് കിട്ടുന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. കാരണം കമ്പനി കൊണ്ടുവരുന്ന പ്രോജക്റ്റ് ഒക്കെ അതുപോലെ ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ പറയുകയാണെങ്കിൽ $25 ഓട്ടോ മൈനിങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി അത് ബുദ്ധിമുട്ടായ വ്യക്തികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് മൈനിങ്ങിൽ പങ്കെടുക്കാം. ഇനി നമ്മൾ ഏത് രീതിയിൽ മൈനിങ്ങിൽ പങ്കെടുത്താലും നമ്മുടെ കയ്യിലേക്ക് 1 ലാഖ് ടോക്കൺസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ടാർഗറ്റ്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ 1 ലാഖ് ടോക്കൺ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ ഇന്നത്തെ പ്രൈസ് പറയുകയാണെങ്കിൽ 10 രൂപ വന്നു കഴിഞ്ഞാൽ പോലും 10 ലക്ഷം രൂപ ഉണ്ടാവും. ഇനി നമുക്ക് ഏകദേശം $1.5 ആണ് പറയുന്നത്. ആ $1.5 നമ്മൾക്ക് കൃത്യമായിട്ട് വരുന്ന സമയം വരെ നമ്മുടെ കയ്യിൽ ഈ ടോക്കൺ ഓൾറെഡി ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
ഏകദേശം 1.5 കോടി രൂപയുടെ അടുത്തേക്ക് നമ്മുടെ ആസ്തി മാറും. $6 വന്നു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട അതിനനുസരിച്ചുള്ള എമൗണ്ടിൽ മാറും. അപ്പോ ഈ പ്രോജക്റ്റ് ഒരു 10 കൊല്ലോ 20 കൊല്ലോ കിട്ടുമെന്ന് ഓർത്ത് ആരും ഇരിക്കണ്ട. കമ്പനി മാറ്റി വെച്ചിരിക്കുന്ന 15 കോടി ടോക്കൺ ഉള്ളൂ. അത് തീരുന്ന വരെയാണ് ഇതിന്റെ പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. കൂടി വന്നാൽ 6 മാസം 8 മാസമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമയം 8 അല്ലെങ്കിൽ 9 മാസം പ്രതീക്ഷിക്കാം. ആ സമയം വരെ നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൈനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ടോക്കൺസ് ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല ടോക്കൺ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻ. കമ്പനിക്ക് ആവശ്യം 3 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനാണ്. അപ്പൊ 3 ലക്ഷത്തോളത്തിൽ ഇപ്പൊ ഏകദേശം 69 അത്രത്തോളം വരുന്ന കസ്റ്റമർ 67,000 പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട്. അപ്പോ 3 ലക്ഷത്തിലേക്ക് ഇനിയും ആവശ്യമുണ്ട് കമ്മ്യൂണിറ്റിയെ. നിങ്ങൾക്ക് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഓപ്ഷൻ കൊടുക്കാം. ഏത് രാജ്യത്തുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഒരു കണ്ടീഷനോ കാര്യങ്ങളുള്ള ടെലഗ്രാം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങൾ കൊടുക്കുന്ന റഫർ ലിങ്ക് വഴി നിങ്ങളുടെ സുഹൃത്തോ വേണ്ടപ്പെട്ടവർ ആരും ആയിക്കോട്ടെ ഒരാൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കൺ, അവർ ഓട്ടോ മൈനിങ്ങോ ഫ്രീ മൈനിങ്ങോ അപ്ഗ്രേഡോ കൂടുതൽ പേയ്മെന്റ് മുടക്കിയിട്ടുള്ള ടോക്കണോ ഒക്കെ എടുത്താൽ അവർ എത്ര ടോക്കൺ മൈൻ ചെയ്തെടുത്താലും അതിന്റെ 10% നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടും. ഇനി അദ്ദേഹത്തിന്റെ താഴെ ഒരാൾ അദ്ദേഹം റഫർ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് 10%, നിങ്ങൾക്ക് എന്ത് ചെയ്യാം 6% കിട്ടും. അങ്ങനെ ഓരോ ലെവലും കംപ്ലീറ്റ് പോകും തോറും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ടോക്കൺസിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. 10%, 6%, 6, പിന്നെ 4, 2, 2, പിന്നെ 6, ഇങ്ങനെ 10 ലെവലിലേക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. കമ്പനിക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ വരുന്നതിലൂടെ അവർ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിന്റെ ഒരു പെർസെന്റേജ് കമ്മീഷൻ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ടോക്കൺ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ ഫ്രീ ആയിട്ട് കടന്നു വന്നവരുണ്ട്. അവർ നാളെ ഓട്ടോ മൈനിങ്ങിലേക്ക് മാറി. അപ്പൊ സ്വാഭാവികമായിട്ട് ഓട്ടോ മൈനിങ്ങിലേക്ക് മാറുമ്പോൾ അവർ പേയ്മെന്റ് മുടക്കിയിട്ട് മാറണേ. എന്ത് ബിസിനസ്സിലാണെങ്കിലും ഒരു 20% 30% പ്രോഫിറ്റ് ഉണ്ടാവും. ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ മുതൽ മുടക്കൽ ഒരു 30% കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ചിരുന്ന തുക 10 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുഖാന്തരം നിങ്ങൾ നേരിട്ട് ഒരാളെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ബോട്ട് പർച്ചേസ് ചെയ്താൽ അതിന്റെ 10% സ്പോട്ടിൽ USDT ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അദ്ദേഹത്തിന്റെ താഴെ വന്ന ഒരാള് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 5% കിട്ടും, അദ്ദേഹത്തിന് 10% കിട്ടും. ഇനി അതിന്റെ താഴെ വന്നാലും 4% നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ 5% നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി കിട്ടും. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് 10% കിട്ടും. ഇതും 10 ലെവലിലേക്ക് USDT മാറ്റി വെച്ചിട്ടുണ്ട്, 10 ലെവലിലേക്ക്. അപ്പൊ USDT നമുക്ക് സ്പോട്ടില് ഇന്നത്തെ വട്ടച്ചെലവിനോ അല്ലെങ്കിൽ ഇന്നത്തെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അതിലൂടെ അവർ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കൺ എക്സ്ട്രാ കയറി വരികയും ചെയ്യും. ഇനി നമ്മൾ 25 USDT മുടക്കി ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ്? നമുക്ക് ഇവിടെ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കൺ 2 രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോണത്. ഒന്ന് ഏണിങ്സ് ബാലൻസും ഒന്ന് യൂട്ടിലിറ്റി ബാലൻസും. നമ്മളിപ്പോ ഒരു 100 ടോക്കൺ ഓൾറെഡി മൈൻ ചെയ്തെന്നിരിക്കട്ടെ, അതിൽ 25% യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ വാലറ്റിലേക്ക് പോകും. കാരണം കമ്പനി നിരവധി പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രോജക്റ്റിലേക്ക് നമ്മൾ മുടക്കേണ്ട അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന ടോക്കണാണ് യൂട്ടിലിറ്റി. അത് നമുക്ക് വിൽക്കാനോ ഒന്നും ഓപ്ഷൻ ഇല്ല. അവരുടെ പ്രോജക്റ്റിലേക്ക് മാത്രം യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന പ്രോജക്റ്റ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റിൽ യൂസ് ചെയ്യാം. 75% വന്നത് ഏണിങ്സ് ബാലൻസിൽ വരും. ആ ഏണിങ്സ് ബാലൻസിൽ വരുന്ന ടോക്കൺ എന്ത് ചെയ്യാം, അതിന് പൈസ ഉണ്ട്, 10 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ വാലറ്റിൽ തന്നെ അവിടെ സ്റ്റേക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ മൈനേഴ്സിന് മാത്രമാണ് സ്റ്റേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. അപ്പോ ഫസ്റ്റ് മാസം നമ്മൾ 25 USDT മുടക്കി 10 മാസം 400 ചില ടോക്കൺ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 150 രൂപ മൂല്യമുള്ള USDT ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മാസം നമ്മൾക്ക് വരുന്ന ടോക്കൺസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ സ്റ്റേക്കിങ്ങിന്റെ എണ്ണം കൂടും. 810 ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്യുമ്പോൾ 450 രൂപയായിട്ട് നമുക്ക് റിട്ടേൺസ് വർദ്ധിക്കുന്നു. മൂന്നാമത്തെ മാസം വീണ്ടും ടോക്കണിന്റെ എണ്ണം കൂടുന്നു. 1215 ടോക്കൺ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 750 രൂപയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിവാർഡ്സ് കൂടുന്നു. 0.5% വെച്ചിട്ടാണ് നമുക്ക് ഡെയിലി റിവാർഡ്സ് തരുന്നത്. നാലാമത്തെ മാസം ആകുമ്പോൾ 1620 ടോക്കൺ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നു. കാരണം ആദ്യത്തെ മാസം 400 ചില്ലാനാണ്, നാലാമത്തെ മാസം ആകുമ്പോൾ 1620 ടോക്കൺ ആയിട്ട് കൂടി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് 1000 രൂപയായിട്ട് വർദ്ധിച്ചു.
അപ്പൊ ഫസ്റ്റ് മാസം 150 രൂപ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് 4ാമത്തെ മാസം 1000 രൂപയായി. ഇനി 5ാമത്തെ മാസം ആകുമ്പോൾ അദ്ദേഹത്തിന് 1300 ടോക്കണിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. 6ാമത്തെ മാസം ആകുമ്പോൾ 1600 ആയി. ഏകദേശം 6 മാസം കൊണ്ട് നമ്മൾ ഇട്ട എമൗണ്ട് 25 എന്നുള്ളത് 50 USDT ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. ഇതിനുശേഷം നമ്മുടെ അത്രയും ടോക്കൺസ്, എത്ര ടോക്കൺ ആണോ മെച്യൂരിറ്റി ആയിട്ടുള്ളത്, ഈ 50 USDT വരെ റിട്ടേൺസ് എടുക്കാൻ വേണ്ടി സ്റ്റേക്ക് ചെയ്ത് അത്രയും ടോക്കൺ മെച്യൂരിറ്റി വാലറ്റിലേക്ക് മാറും. വാലറ്റ് നോക്കി അറിയാം, മെച്യൂരിറ്റി വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് കമ്പനി എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിൽ അധികം വൈകാതെ തന്നെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റി ക്യാഷ് ആക്കി എടുക്കാനുള്ള ഓപ്ഷനുകൾ കമ്പനി ഓപ്പൺ ചെയ്തു തരും. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഇത് നമ്മളൊരു ചെറിയ എമൗണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ചെറിയൊരാൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ആംഗിളിലൂടെ കാണുന്ന ഒരാള് ഏകദേശം ഒരു 1025 USDT എന്ന് പറയാൻ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ബിസിനസ് ആംഗിളിലൂടെ കാണുന്ന ആളുകൾ. അപ്പൊ റിട്ടേൺസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു റിട്ടേൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണേ. ചെറിയൊരു വേരിയേഷൻ പറയാൻ കാരണം 18 ടോക്കൺ വെച്ചിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഇപ്പൊ ചെറിയൊരു മാറ്റമുണ്ട്, 15 ആണ്. അതിന്റെ ഒരു ചെറിയ വ്യത്യാസം കാണിക്കും. ഫസ്റ്റ് മാസം നമുക്ക് 3200 രൂപ വരെ വാല്യൂ ഉള്ള USDT ആണ് കിട്ടുന്നത്. സെക്കൻഡ് അത് നമുക്ക് 9600 രൂപയ്ക്ക് മാറും. തേർഡ് 16000 മാറും. ഫോർത്ത് നമുക്ക് 22400 രൂപയ്ക്ക് മാറും. 5 28,000. നമുക്ക് 6 മാസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1025 USDT നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. ഒരു 9 മാസത്തിനുള്ളിൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, 1025 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 2x 2050 USDT ആയിട്ട് നമുക്ക് സ്റ്റേക്ക് റിവാർഡ് എടുക്കാൻ പറ്റും. നമുക്ക് ആ സ്റ്റേക്ക് റിവാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ വീണ്ടും പേയ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ടോക്കൺ കമ്പനിയുടെ അക്കൗണ്ടിൽ തീരുന്നവരെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. സ്റ്റേക്കിംഗ് റിവാർഡിന് ലിമിറ്റ് ഉണ്ട്. എത്ര എമൗണ്ട് ആണോ നമ്മൾ മുടക്കുന്നത് അതിന്റെ 2x കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ, ചെറുതായിട്ടുള്ള പറഞ്ഞ. ഇനി ഈ പ്ലാൻ നമുക്ക് ഇത് മാത്രമല്ല, പല രീതിയിലും നമുക്ക് 125 USDT മുടക്കിക്കൊണ്ട് ചെയ്യാം, 2025 USDT മുടക്കിക്കൊണ്ട് ചെയ്യാം, 5025 USDT മുടക്കിക്കൊണ്ട് ചെയ്യാം, 10,025 USDT. ഇതൊക്കെ നമ്മുടെ സാഹചര്യവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തർ തീരുമാനം എടുക്കാൻ. അപ്പോ ഓരോ വ്യക്തിയുടെയും കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഇത് പ്ലാൻ ചെയ്തത്. കൂടുതൽ പേയ്മെന്റ് മുടക്കി ചെയ്യാൻ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് കമ്പനി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മീഡിയം റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരാണ്, ഒരു രക്ഷയില്ലാത്ത ആളുകൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കമ്പനി എന്ത് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കമ്പനി തുറന്നു തന്നിരിക്കുന്നത്. അടുത്ത മാസത്തോടുകൂടി കമ്പനിയുടെ വാലറ്റുകളും അതുപോലെ തന്നെ കാർഡൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ടോക്കണിന്റെ പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വരുന്ന മാർക്കറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കണിന്റെ വിലയിൽ വ്യത്യാസം വരും. അപ്പൊ മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. ഞാൻ നിലവിൽ സാറ് പറഞ്ഞതുപോലെ, ഹരി സാറ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഈ കൺസെപ്റ്റിനെ കേട്ട് മനസ്സിലാക്കിയതാണ്. സ്വാഭാവികമായിട്ടും പല കൺസെപ്റ്റിനും നമ്മൾ കണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെയും വിലയിരുത്തിയിരുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് വരെ കേൾക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. കാരണം പല പ്രോജക്റ്റുകളും നമ്മൾ എമൗണ്ട് ഒരു $100 to $200 റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ കേട്ടത്. അതിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇന്ന് യഥാർത്ഥ ക്രിപ്റ്റോയിൽ കാണുന്ന പല കാര്യങ്ങളും, ഇപ്പൊ മെച്യൂരിറ്റി വാലറ്റ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ പ്രൊജക്റ്റിനെ കേൾക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് റിവാർഡ്, മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിലുള്ള സ്റ്റേക്കിംഗ് റിവാർഡ്. നിലവിൽ നമുക്ക് പല പ്രോജക്റ്റിലും സ്റ്റേക്കിംഗ് റിവാർഡ് കൊടുക്കുന്നുണ്ട്. 1,00,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റേക്കിംഗ് കിട്ടും. പക്ഷെ അങ്ങനെ വരുന്ന പ്രോജക്റ്റുകളൊന്നും ഇവിടെ സക്സസ് ആയിട്ട് റൺ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കൺ എന്ത് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. 2x നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. ആ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്ത് കമ്പനി ചെയ്യുന്നുണ്ട്. അതിന് ലിമിറ്റഡ് ആയിട്ട് ഇനി കാലാകാലം 5, 10, 10 വർഷമൊന്നും നമുക്ക് ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഏകദേശം 15 കോടി ടോക്കൺ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഈ പ്രോജക്റ്റിൽ നമുക്ക് മൈൻ ചെയ്തെടുക്കാനുള്ള പ്രോസസ്സും തീരും. ബാക്കി ഒരു 15 കോടി ടോക്കൺ കമ്പനി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോജക്റ്റ് പോകുന്നത്. ഇതിനെ പറഞ്ഞത് കേട്ടിടത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചാൽ
നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. മറ്റ് പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന പ്രോജക്റ്റിലും വ്യത്യസ്തമായിട്ട് എന്താ പറയാ, ഇതിന്റെ വാലറ്റും അതുപോലെ തന്നെ വിസ കാർഡും, നമ്മുടെ പേര് ഉൾപ്പെടെ, കമ്പനിയുടെ പേര് ഉൾപ്പെടെ ഒരു വിസ കാർഡും അതുപോലെ തന്നെ ലോട്ടറി പ്ലാറ്റ്ഫോമും, ഇതൊക്കെ കമ്പനി എന്ത് ചെയ്യാം, വർക്ക് പൂർത്തീകരിച്ച് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ അത് ലോഞ്ചിങ്ങിലേക്ക് പോവാണ്. മിക്കവാറും അടുത്ത മാസം അവസാനത്തോടുകൂടി അത് ലോഞ്ചിങ്ങിലേക്ക് വരികയാണ്. അപ്പോ പ്രോജക്റ്റ് ഉള്ള ഒരു കൺസെപ്റ്റിന്റെ കൂടെ കയറി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ റിട്ടേൺ കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കൺസിന്റെ മൂല്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പല പ്രൊജക്റ്റുകളും ലൈവായിട്ട് നല്ല പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, എത്തേറിയം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു എമൗണ്ടില് സ്റ്റാർട്ടിങ്ങില് 2250 രൂപയ്ക്ക് 250 രൂപയ്ക്ക് എന്റെ കയ്യിൽ വന്നതാണ്. പിന്നീട് ഞാൻ കേൾക്കുന്നത് 4500 രൂപയാണ്. പിന്നെ കേൾക്കുന്നത് 16,000 രൂപയാണ്. പിന്നെ 28,000 രൂപയ്ക്കാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത്. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് എറണാകുളത്തുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിച്ചു, അദ്ദേഹം ഈ പറഞ്ഞ 2015 അദ്ദേഹത്തിന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായി. അദ്ദേഹം അന്ന് 2.5 സെന്റ് സ്ഥലം എറണാകുളത്ത് വാങ്ങിച്ചിട്ടു. പക്ഷെ ഇന്ന് 2.5 സെന്റ് സ്ഥലത്തിന് അതിന്റെ ഒരു നല്ല ഏറ്റവും വില ഇടിയുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ 300 രൂപയും കണ്ടായിരുന്നു പുള്ളി എത്തേറിയത്തിന്റെ വില എന്ന് കേട്ടിരുന്നത്. ആ 300 രൂപ വിലയിൽ നിന്ന് ഇന്ന് 1.5 ലക്ഷം രൂപയിലേക്ക് എത്തേറിയത്തിന്റെ വില മാറി. ആലോചിച്ചു, 1 ലക്ഷം രൂപ അന്ന് റിസ്ക് എടുത്തിട്ടായിരുന്നെങ്കിലോ. അപ്പോ അവിടെ നമുക്ക് ഇല്ലാതെ പോയത് അറിവാണ്. നമുക്ക് ഇവിടെയും നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. പേഴ്സണലി എന്നോട് പറയുകയാണെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഞാനിത് കാണുന്നു, വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ പേരിൽ നന്ദി അറിയിപ്പിക്കുകയാണ്. ബാക്കി എന്തെങ്കിലും ഹരിസാറ്? ഓക്കെ.